സ്വാഗതം. ഇനി ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കരിയിലയിൽ ഞാൻ കക്കിരി നടുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കരിയില തൈയിനകത്ത് കരിയില അതിൽ ഈ കരിയില ചപ്പൂട്ടിയുടെ കൊണ്ടുവച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കരിയിലയിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുക, അത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാ കരിയിലയായിട്ട് കരിയില കണ്ടില്ലേ. ഇപ്പോൾ നമുക്കിപ്പം ഇതാ കാണിക്കാമല്ലോ. ഇങ്ങനെയാണ് കരിയിലാണ്, ഇത് കരിയിലാണ്. കണ്ടില്ലേ, ഇതാ ആദ്യം കരിയില നടക്കും. കരിയില നല്ല അത് നടത്തി കുറച്ച് നടക്കുക. 2-3 ലെയറിൽ വെക്കണം. നടുക്കൊരു ഇത് കുത്തി വെക്കട്ടെ. നടക്കുക, ഇത് കണ്ടില്ല, ഇതേപോലെ നടക്കുക. എന്നിട്ട് നല്ല കരിയിലാകുമ്പോൾ നല്ലോണം നന്നാവും. കരിയില നല്ല എന്നിട്ട് വളവും ഉണ്ടാവും. ചപ്പിന് നല്ല ചപ്പായി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഒരു വേറെ ഇട്ട് ഒരു കുറച്ച് ചകിരിച്ചോറും. ഇതിപ്പോൾ ഒരു എന്തെല്ലാം വെച്ചാൽ ചകിരിച്ചോറ്, പിന്നെ വെള്ളം കുടിച്ച വളമാണ് ചകിരിച്ചോറ്, പിന്നെ കുമ്മായം, ഇതെല്ലാം ഇട്ട് കുമ്മായാലൊരായിട്ടാക്കി പോട്ടി മിക്സ് ഇതാക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. ഇതിനകത്ത് ഞാനിത് വാരി നടക്കട്ടെ. ഇത് വളവും ഇട്ടു എല്ലാം ഇട്ടിരി. ഇത് കുറച്ച് ദിവസം മുമ്പിലേ ആക്കി വെച്ചിന്. അല്ല ഈ കുമ്മായം ഇടുമ്പോൾ പിന്നെ കുറച്ച് മുമ്പേ ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽക്കൂടെ ആക്കി വെച്ചത്. എന്താ ഇതേപോലെ നടക്കുക, നടത്തിക്കഴിഞ്ഞാൽ അമർക്കുക. ഇത് നല്ല വളവുണ്ടാവും. ഇതിങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇതില്ലേ ഇതില്ലേ ഇതേപോലെ അരിയും വാരി വെക്കുക. ഒരു 2 ട്രിപ്പ് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ചകിരിച്ചോറും വാരിയിട്ട്, ചകിരിച്ചോറുള്ള ഇത് പോട്ടി മിക്സതാണ്. ഇത് എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ ചകിരിച്ചോറ്, പൊടിവളം, ഇതെല്ലാം കൂടിയുള്ള വളം ഞാൻ കുഴച്ചിട്ട് ഇതാക്കി വെച്ചതാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം. കേട്ടില്ല, ഇതേപോലെ നടുക. ഇതിപ്പോൾ നടേണ്ടത് വിത്ത് ഇടിയാണ്. ഇത് 2-3 വിത്ത് നടുന്നതാണ്, അതുകൊണ്ട് നടുക്ക് വേണ്ട. ഇത് പിന്നെ ഇത് 2-3 വിത്ത് കുരു നടുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇത് വെക്കണ്ട. നമ്മൾ തൈ നടുന്നതാണെങ്കിൽ ഇതിൻ്റെ നടുക്ക് കൊള്ളി വെക്കണ്ട. ഈ വിത്ത് നടുന്നതായതുകൊണ്ട് നമുക്ക് 3 ഭാഗത്തും നടുക വേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇത് കൂടി നട്ടിട്ടെ. ഈ 2-3 ലെയറാക്കിയിട്ട് ഇങ്ങനെ നടുക. അതാണ് തോന്നിയില്ലായിട്ട് ഏതാണ് കൊള്ളി വെക്കണ്ട. തൈയാണെങ്കിലേ കൊള്ളി വെക്കണ്ട. ഇതിപ്പം വിത്ത് നടുന്നതായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേലെ നട്ടാൽ മതി. ഇല്ല ഇതാ ഇതാ ഇല്ല ഇതേപോലെ നമ്മൾ നടുക. എന്നിട്ട് ഇതേപോലെ കുരു വിത്ത് ഈ വാരി നടത്തിയിട്ട് ഇതിപ്പോൾ പോട്ടി മിക്സാണ്. ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ചകിരിച്ചോളം നടന്നു. മണ്ണില്ല. ഇത് പുതുക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത്. ഇതുവരെ കാണാത്തവർക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ആദ്യമായിട്ട് നടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മളിങ്ങനെ കാണിക്കും. ഈ കരിയിലയിൽ നട്ട് കഴിഞ്ഞാൽ കനവും ഉണ്ടാവില്ല, കൂടുതൽ എടുത്തു കൊണ്ടുപോകാൻ നമുക്ക് സുഖമാണ്. കണ്ടില്ലേ, ഇത് മതി. ഇപ്പോൾ ഇത് കൂടി ഇട്ടേ.
കൂടി ഇത് കരിയില ഇട്ട് വെച്ചതായിരുന്നു. ഇത് നല്ല പൊടിവളമായിരുന്നു കണ്ട, കരിയില പൊടിവളം ആയി. ഞാൻ വേഗം നിറച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല പൊടിവളം കരിയിലേൻ്റെ. ഇതിങ്ങനെ ആക്കിയിട്ട് നിർത്തും. ഇല്ലേ ഇതേപോലെ നമ്മളാക്കിയിട്ട് നട്ടിട്ട് നടുക. കുറേ വലിയ വേഗമാണ് ഇത്. ഇത് നടുന്നതെന്ന് വെച്ചാൽ കുക്കുംബറാണ് നടുന്നത്. ഇത് കുക്കുംബറാണ് നടുന്നത്. എന്താ ഇതേപോലെ കുക്കുംബറാണ് നടുന്നത്. നല്ലോണം ഈ വളം ഈ വളമായി ഇട്ടത് കൊണ്ടുണ്ടല്ലോ വേഗം ഉഷാറായിക്കോളും, പാഞ്ഞോളും. നമുക്കിപ്പോൾ ഇത് കൂടി നടക്കട്ടെ, എനിക്ക് നടാം. നട്ട് കാണിച്ചു തരേ. ഈ ഇല ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇതുവരെ നടാൻ അറിയാത്തവർക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അറിയുന്നവരെ അല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. പഠിക്കുന്നവർ, ആദ്യമായി തുടക്കക്കാർക്ക് ഇതേപോലെ ചെയ്താൽ നല്ല വിളവെടുക്കാൻ കഴിയും. ഇപ്പം നല്ലപോലെ നല്ല പൊടിവളമായി. അതിനിടയ്ക്ക് അതിൻ്റെ അകത്ത് നിറച്ച് ചപ്പും മീനും വെച്ചിട്ട് ആ വളം നല്ല വളമായി. എന്താ നല്ല പൊടിവളമാണ്. ഇല്ല ഇത് കനവില്ല വേണ്ട, കനവില്ല. അത് ഇലയിട്ടതുകൊണ്ട്, കരിയിലിട്ടതുകൊണ്ട് ഒറ്റപ്പൊടി കനവില്ല. നമുക്കിത് ഇട്ട് പൊടിക്കാൻ തോന്നുക ഒന്നുമില്ല. വേണം നല്ല സുഖമായിട്ട് നമുക്ക് പൊടിക്കാം. കണ്ടില്ലേ? ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് താഴുമ്പോൾ കുറച്ചും കൂടി വളംവാരിയിട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം നല്ല ശരിക്കും നല്ല വളമായി നല്ലോണം നന്നാവും. ചെടിക്ക് കുറച്ച് മണ്ണും കൂടി പോവുകയും അടി നട്ടേന് കുറച്ച് ഉയരത്തിൽ വേര് അടിയിലോട്ട് പോകും. അന്നേരം ഇത് ചെരിഞ്ഞ് വീണ് പോവില്ല. കണ്ടില്ലേ? ഇതാണ് കുക്കുംബറായി. ഇതിന് 40 ഉറുപ്പ്യാണ് ഒരു പാക്കറ്റിന്. മറ്റൊരു പാക്കറ്റ് മേടിച്ചാൽ 20 ഉറുപ്പ്യൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്കിപ്പം എത്ര നടാനെത്തും. കുക്കുംബർ ഇപ്പം കുക്കുംബറിനും എല്ലാം വിലയാണ്. അതുകൊണ്ട് ഇതൊന്നും കിട്ടാണ്ടായി, ഒന്നും കിട്ടാണ്ടായി. ഇപ്പം ഞാൻ നട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ നടുക. ഇതിപ്പോൾ ഒരു 3 വെച്ചിട്ട് നടാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ 2 ബാക്കിയാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ല 3 വെച്ചിട്ടാണ് നട്ടതേ. 4 നട്ട്. അത്രേ ഉള്ളു. പോയി 3 4 നടാം. പക്ഷെ എന്നാലേ പൊടിച്ച് വിട്ടു. ഇല്ല ഒറ്റപ്പൊടി വെയിറ്റ് ഇല്ല കേട്ടാ. നമ്മൾ ഈ ഇലയിട്ടോണ്ട് ഒരു പൊടി വെയിറ്റ് ഇല്ല. ഇല്ലെങ്കിൽ ഇത് നമുക്ക് പൊടിച്ചിട്ട് കൊണ്ടുപോകാനാവില്ല. എന്താ ഇതേപോലെ. എന്താ ഇനിയിപ്പോൾ ഇതും കൂടി നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ പൊടിക്കും വേഗം. എന്താ ഇത് ഒന്നധികം ഇതിൽ പൊടിപ്പിച്ചേക്കാം. എന്ന് വെച്ചാൽ പൊടിച്ചിട്ട് ജാസ്തി ഉണ്ടെങ്കിൽ നമുക്കൊരു വേഗം കൂടി അന്നേരം നട്ടു കൊടുക്കാം.
ഇത് കുരു പൊടിക്കട്ടെ. കുരു പൊടിച്ച് ചേച്ചി വിട്ടുണ്ടേ. ചിലത് കുരു എല്ലാം പൊടിച്ചുകൊണ്ട് വരില്ല. അതുകൊണ്ടിപ്പം ഇപ്പം നിങ്ങൾ കണ്ടുമല്ല, ഇതാണ് ഞാൻ കയ്യിലതിനകത്ത് നടുന്ന കുക്കുംബർ. ഇത് ഒരു പൊടി വെയിറ്റ് ഇല്ല, കാണുന്നില്ലേ? ഇതാ കണ്ടാ, കണ്ടാ, കനയില്ല, ഒറ്റപ്പൊടി കനയില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് പൊന്തൂല. ഇത് വെറും ചകിരിച്ചോറും വളം കൂടിയിട്ടാണെങ്കിൽ ഒറ്റപ്പൊടി പൊന്തൂല. ഇതിപ്പം നിങ്ങൾ കണ്ടുമല്ല ഒത്തിരിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായ സഹകരണങ്ങൾ വേണം. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.